ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചാവക്കാട് മണത്തലയിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച യുവാവ് മരിച്ചു. ഗുരുവായൂർ തെക്കേനടയിൽ കാറുകൾ കൂട്ടിയിടിച്ച 4 പേർക്ക് പരിക്ക്. നെയ്തലക്കാവ് പൂരദിനത്തിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന കോടതി. കാവുങ്ങൽ വിപിൻ, പെരിങ്ങാട് വീട്ടിൽ വിപിൻ എന്നിവരാണ് പ്രതികൾ. ശിക്ഷ ഈ മാസം 30 വിധിക്കും. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ വേലൂർ പഞ്ചായത്തിലെ മണിമലർക്കാവ് പ്രദേശത്തു നിന്നും രാത്രിയിൽ വൻതോതിൽ മണ്ണെടുക്കുന്നതായി പരാതി. പ്രതിഷേധവുമായി നാട്ടുകാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വിട്ടു നൽകിയ വാഹനങ്ങൾക്ക് 1 മാസം കഴിഞ്ഞിട്ടും വാടക ലഭിച്ചില്ലെന്ന് പരാതി. വാഹനങ്ങളുടെ വാടക കുടിശ്ശിക ഉടൻ തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പഴയന്നൂരിലെ ടാക്സി ഉടമകൾ. പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് തുടക്കമായി. താബൂത്ത് കാഴ്ച നാളെ രാവിലെ പള്ളി അങ്കണത്തിലെത്തും. വാർത്തകൾ വിശദമായി. ചാവക്കാട് മണത്തല വോൾഗയിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. ഒരുമനയൂർ മുത്തമാവ് സ്വദേശി വിനേഷാണ് മരിച്ചത്. ഉച്ചയ്ക്കായിരുന്നു സംഭവം. പരിക്കേറ്റ യുവാവിനെ ചാവക്കാട് ബറ്റാലിയൻ ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഗുരുവായൂർ തെക്കേനടയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കാണിപ്പയൂർ ചൊവ്വന്നൂർ സ്വദേശി പുരുഷോത്തമൻ, ഭാര്യ സരോജം, സഹോദരി രമണി, അടൂർ സ്വദേശി ചരുവിൽ വീട്ടിൽ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. തെക്കേനടയിൽ ബ്രാഹ്മണ സമൂഹം മഠത്തിന് സമീപം രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. പുരുഷോത്തമനും കുടുംബവും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പടിഞ്ഞാറേ നടയിൽ നിന്ന് തെക്കേ നടയിലേക്ക് പോകവെ എതിരെ വന്ന അനന്തുവിന്റെ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 കാറുകളുടെയും മുൻവശം തകർന്നു. നടുറോഡിൽ കാറുകൾ കൂട്ടിയിടിച്ചതുമൂലം ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെയ്തലക്കാവ് പൂരദിനത്തിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. കുറ്റൂർ സ്വദേശി രഞ്ജിത്ത് എന്ന അരുണിനെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തിയത്. 2010 ഡിസംബർ 26-നായിരുന്നു സംഭവം. കാവുങ്ങൽ വിപിൻ, പെരിങ്ങാട് വീട്ടിൽ വിപിൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. ശിക്ഷ ഈ മാസം 30 വിധിക്കും. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ, അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ ഹാജരായി. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ വേലൂർ പഞ്ചായത്തിലെ മണിമലർക്കാവ് പ്രദേശത്ത് രാത്രിയിൽ നടത്തുന്ന മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. രാത്രി 9 മണി മുതൽ പുലർച്ചെ വരെയാണ് മണ്ണെടുക്കുന്നത്. 100-നടുത്ത് ടിപ്പർ ലോറികളാണ് മണ്ണ് നിറച്ച് ചെറിയ വഴികളിലൂടെ സഞ്ചരിക്കുന്നത്. വാഹനങ്ങൾ ഇടതടവില്ലാതെ സഞ്ചരിക്കുന്ന ശബ്ദം കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ലെന്നും കുട്ടികൾക്കും പ്രായമായവർക്കും പൊടി ശ്വസിച്ച് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഒമ്പതാം വാർഡ് പുരാതനമായിട്ടുള്ള മണിമലർക്കാവിന്റെ പരിസരത്ത് മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹൈവേ പെർമിറ്റ് ഉണ്ട്. ഹൈവേയുടെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് പെർമിറ്റ് ഉള്ള ശിവാലയ കൺസ്ട്രക്ഷൻസ് ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഈ മണ്ണെടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് പെർമിറ്റ് ഉള്ള വണ്ടിക്ക് 24 hours അവർക്ക് മണ്ണെടുക്കാനുള്ള പെർമിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ ഈ രാത്രി ഈ വേലൂര് പഞ്ചായത്തിലുള്ള ജനങ്ങള് ഒരുപാട് കർഷകരായിട്ടുള്ള നിത്യജീവിതത്തിന് വേണ്ടിയിട്ട് കൂലിപ്പണിക്ക് പോയിട്ടൊക്കെയുള്ള ആളുകളാണ്. ഇവർ രാത്രി എല്ലാ പണിയും കഴിഞ്ഞ് വീടുകളിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന സമയമാണ് ഈ രാത്രി 9 മണി തൊട്ട് 10 മണി വരെ ഉള്ള അതുപോലെ പുലർച്ചെ വരെയുള്ള സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് ഈ കാണുന്നുണ്ടായിരിക്കും
10ഉം 20ഉം ടോറസ് കണ്ടിന്യൂസ് ഒരു ഗ്യാപ്പും ഇല്ലാതെ ഈ ഇത്രയും മണ്ണ് നിറഞ്ഞ ഈ റോഡിൽ കൂടെ ഒരു വെള്ളം പോലും തെളിക്കാതെ കണ്ടിന്യൂസ് പോകുമ്പോൾ, അതുപോലെ തന്നെ ഈ റോഡിന്റെ പരിസരത്ത് കാനവർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ രീതിയിൽ മെറ്റലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ മുകളിൽ കൂടെ ഇത്രയും വലിയ ടോറസ് ഒക്കെ കടന്നു പോകുമ്പോൾ വലിയ സൗണ്ട് ഉണ്ടാവുകയും ഈ പൊടിശല്യം കാരണം കൊണ്ട് ആളുകൾക്ക് വീടുകളിൽ കിടന്നുറങ്ങാൻ പറ്റുന്നാത്ത അവസ്ഥയുണ്ടായപ്പോൾ ജനങ്ങളുടെ പരാതി ഉണ്ടായിട്ട് ഞങ്ങൾക്ക് വീടുകളിൽ ഇരിക്കാൻ പറ്റാതെ ആയപ്പോഴാണ് ഞങ്ങൾ ഇത് പരിശോധനയ്ക്കായിട്ട് ഇങ്ങോട്ട് വന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മാസത്തിലേറെ പിന്നിട്ടെങ്കിലും വാടക ലഭിക്കാതെ പഴയന്നൂരിലെ ടാക്സി ഉടമകൾ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വിട്ടുനൽകിയ 100ഓളം വാഹനങ്ങളുടെ വാടക കുടിശ്ശിക ഉടൻ തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ടാക്സി ഉടമകളും തൊഴിലാളികളും. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ സർവീസ് നടത്തിയ വാഹനങ്ങൾക്കാണ് മാസങ്ങൾ പിന്നിട്ടിട്ടും അർഹമായ തുക ലഭിക്കാത്തത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ചെറു ടാക്സികൾ മുതൽ ട്രാവലർ വരെയുള്ള 100ഓളം വാഹനങ്ങളാണ് വടക്കാഞ്ചേരി RT ഓഫീസിൽ നിന്നും ബ്ലോക്ക് ഓഫീസിലേക്ക് വിട്ടു നൽകിയത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും ഇന്ധന ചെലവ് പോലും ലഭിക്കാതെ വൻ പ്രതിസന്ധിയിലാണ് തങ്ങളെന്ന് ഉടമകൾ പറയുന്നു. കഴിഞ്ഞ ഡിസംബർ 11-ാം തീയതിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒരാഴ്ച മുന്നേ നമ്മള് RT ഓഫീസിൽ നിന്ന് വടക്കാഞ്ചേരി RT ഓഫീസിൽ നിന്ന് പറഞ്ഞ ബ്ലോക്ക് ഓഫീസിലേക്ക് വണ്ടികൾ വേണമെന്ന് പറഞ്ഞിട്ട് 100ഓളം വാഹനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ നാളുകൾ ഇപ്പോൾ 2 മാസത്തോളമായി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതുവരെയും ഇത്രയും വാഹനങ്ങൾക്ക് ഉള്ള വാടക ഇനത്തിലുള്ള ഫണ്ടുകൾ കിട്ടിയിട്ടില്ല. 1 ലിറ്റർ ഡീസൽ അടിക്കാൻ പോലുമുള്ള പൈസകൾ അവർ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ കളക്ടറേറ്റിൽ വിളിച്ചാലും ബ്ലോക്ക് ഓഫീസിലേക്ക് വിളിച്ചാലും അവർ പറയുന്നത് ഫണ്ടായിട്ടില്ല എന്ന് പറയും. കളക്ടറേറ്റിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫണ്ട് കൈമാറിയിട്ടുണ്ട്, ബ്ലോക്ക് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് പറയും. അപ്പൊ അത്തരത്തിൽ അത് അവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് മറ്റുള്ള ഉദ്യോഗസ്ഥ തലത്തില് പലർക്കും കൊടുക്കാനുള്ള ഫണ്ടുകൾ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് തരാനുള്ള പൈസ ആയിട്ടില്ല എന്ന് പറയും. അങ്ങനെയായിട്ട് ഇത്രയും നാളുകളായിട്ടും നമുക്ക് ഫണ്ട് കിട്ടിയിട്ടില്ല. കളക്ടറേറ്റിൽ അന്വേഷിക്കുമ്പോൾ ഫണ്ട് ബ്ലോക്കിലേക്ക് കൈമാറിയതായി അറിയിക്കുന്നു. എന്നാൽ ബ്ലോക്ക് ഓഫീസിലെത്തുമ്പോൾ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് തിരിച്ചയക്കുകയാണെന്ന് ഉടമകൾ ആരോപിക്കുന്നു. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ടാക്സി ഉടമകൾക്ക് അടിയന്തരമായി കുടിശ്ശിക തീർത്തു നൽകണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. TCV ന്യൂസ്, ചേലക്കര. പ്രസിദ്ധമായ മനത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് തുടക്കമായി. നേർച്ചയുടെ പ്രധാന ദിവസമായ നാളെ രാവിലെ 8 മണിക്ക് താബൂത്ത് കാഴ്ച പള്ളി അങ്കണത്തിൽ എത്തിച്ചേരും. തുടർന്ന് പുത്തൻകടപ്പുറം, ചാവക്കാട്, ബ്ലാങ്ങാട് ബീച്ച് എന്നിവിടങ്ങളിൽ നിന്ന് കൊടി കയറ്റി കാഴ്ച പള്ളി അങ്കണത്തിലെത്തി കൊടി ഉയർത്തും. വൈകുന്നേരം നാട്ടുകാഴ്ചയുമുണ്ടാകും. നേർച്ചയുടെ ഭാഗമായി പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. PFI കേന്ദ്രങ്ങളിൽ സംസ്ഥാന വ്യാപകമായി NIA റെയ്ഡ്. 20 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത്. PFI തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡാണെന്നാണ് സൂചന. നിർണായക തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചതായും സൂചനയുണ്ട്. ചാവക്കാട് പാലയൂരിൽ SDPI നേതാവ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലും NIA റെയ്ഡ് നടത്തി. 3 മണിക്കൂർ നീണ്ട പരിശോധനയിൽ ഫാമിസിന്റെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും സംഘം പിടിച്ചെടുത്തതായാണ് വിവരം. NIA കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള 7 അംഗ സംഘം 2 കാറുകളിലായി ഫാമിസ് താമസിക്കുന്ന പാലയൂരിലെ വാടക വീട്ടിലെത്തി റെയ്ഡ് നടത്തിയത്. ഈ സമയം ഫാമിസ് വീട്ടിലുണ്ടായിരുന്നു. ചാവക്കാട് ടൗണിൽ വസ്ത്രവ്യാപാര സ്ഥാപനം നടത്തുന്ന ഫാമിസ് അബൂബക്കർ അടുത്ത കാലം വരെ SDPI ചാവക്കാട് മുനിസിപ്പൽ പ്രസിഡന്റായിരുന്നു. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ KSU പ്രവർത്തകർ പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചു. KSU യൂണിറ്റ് പ്രസിഡന്റിനെ PTA പ്രസിഡന്റിന്റെ മകന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ച SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്യുക, PTA പ്രസിഡന്റ് രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു KSU പ്രവർത്തകർ പഠിപ്പ് മുടക്കി പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ലോ കോളേജിൽ KSU SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വിമാനം തകർന്നു വീണ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ മരിച്ചു. 66 വയസ്സായിരുന്നു. തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ബാരാമതി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗിന് ശ്രമിക്കവേ വിമാനം തകർന്നു വീണ് കത്തിയമരുകയായിരുന്നു. മുംബൈയിൽ നിന്ന് പുറപ്പെട്ട വിമാനം രാവിലെ 8:49ഓടെയാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വാഴ്ച മുംബൈയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത ശേഷം പ്രാദേശിക തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി റാലികളിൽ സംസാരിക്കാനാണ് അദ്ദേഹം സ്വകാര്യ ചാർട്ടേഡ് വിമാനത്തിൽ ബാരാമതിയിലേക്ക് പുറപ്പെട്ടത്. അജിത പവാറും 2 അംഗരക്ഷകരും 2 പൈലറ്റുമാരും ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്നു. 5 പേര് മരിച്ചതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ സ്ഥിരീകരിച്ചു. അപകട സ്ഥലത്ത് നിന്ന് ചിന്നിച്ചെതറിയ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിഞ്ഞ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം. പത്തനംതിട്ട സെഷൻസ് കോടതിയുടേതാണ് വിധി. 3ാമത്തെ കേസിലാണ് ജാമ്യം. കാനഡയിലുള്ള യുവതിയെ നാട്ടിൽ വെച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന പരാതിയിലാണ് കേസ്.
18 ദിവസമാണ് രാഹുൽ ജയിലിൽ കഴിഞ്ഞത്. തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ പെൺകുട്ടിയെ കൊണ്ട് മുറിയെടുപ്പിച്ച് അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു കേസ്. നേരത്തെ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയിരുന്നു. ഉഭയസമ്മതത്തോടെ കൂടിയ ബന്ധമായിരുന്നുവെന്നും ബന്ധത്തിൽ വന്ന ചില വിള്ളലുകളാണ് പരാതിക്ക് കാരണമായതുമെന്നും പ്രതിഭാഗത്തിന്റെ വാദം. ബലാത്സംഗം നടന്നിട്ടില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഇത് സാധൂകരിക്കുന്നതിനായി ശബ്ദ സന്ദേശവും വാട്സ്ആപ്പ് ചാറ്റുകളും ഹാജരാക്കി. കൊടകര മറ്റത്തൂർ പഞ്ചായത്തുകളിലെ ആയിരങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന കാവനാട് ശുദ്ധജല പദ്ധതിയുടെ പ്രവർത്തനം സ്തംഭിച്ചു. കുറുമാലിപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതാണ് ആറ്റപ്പിള്ളിയിലുള്ള കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് നിലയ്ക്കാൻ കാരണമായത്. പമ്പിംഗ് നിലച്ചതോടെ കുടിവെള്ളം കിട്ടാതെ നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലാണ്. വേനൽ രൂക്ഷമായതിനെ തുടർന്ന് കിണറുകളിൽ ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുന്നതിനിടെ പൈപ്പ് വഴിയുള്ള ജലവിതരണം തടസ്സപ്പെട്ടത് ജനങ്ങളെ ദുരിതത്തിലാക്കി. പല കുടുംബങ്ങളും ലോറിയിൽ വെള്ളം കൊണ്ടുവന്നാണ് ഉപയോഗിക്കുന്നത്. വേനൽക്കാലത്ത് കുറുമാലിപ്പുഴയിൽ നിർമ്മിക്കാറുള്ള താൽക്കാലിക തടയണകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തതാണ് പുഴയിലെ ജലനിരപ്പ് താഴാൻ കാരണം. ചിമ്മിനി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടാലേ പ്രതിസന്ധിക്ക് പരിഹാരമാകൂ. വിവിധയിടങ്ങളിൽ ചിറകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം അടുത്ത മാസം 2-ന് ചിമ്മിനി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാനാകൂ എന്നാണ് ജലസേചന വകുപ്പ് അധികൃതരുടെ നിലപാട്. ആറ്റപ്പള്ളിയുടെ താഴ്ഭാഗത്തുള്ള കുണ്ടുകടവിൽ നേരത്തെ വേനൽക്കാലത്ത് താൽക്കാലിക മൺചിറ നിർമ്മിക്കാറുണ്ട്. എന്നാൽ കുണ്ടുകടവിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ ഇവിടെ ഇപ്പോൾ തടയണ നിർമ്മാണം നടന്നിട്ടില്ല. ആറ്റപ്പള്ളി പമ്പ് ഹൌസിന് സമീപം പുഴയിൽ നിർമ്മിച്ചിട്ടുള്ള കിണറിൽ വെള്ളമില്ലാത്തതിനാലാണ് ഇവിടെ കഴിഞ്ഞ 3 ദിവസത്തോളമായി പമ്പിംഗ് പൂർണ്ണമായി നിലച്ചത്. പുഴയിൽ മണൽച്ചാക്കുകളിട്ട് വെള്ളം തടഞ്ഞു നിർത്തി കിണറിൽ ജലനിരപ്പ് ഉയർത്താനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ അധികൃതർ. TCV ന്യൂസ് കൊടകര. ആറ്റപ്പിള്ളിയിലെ പമ്പിംഗ് പ്രതിസന്ധിയെ തുടർന്ന് കൊടകര പഞ്ചായത്തിൽ അനുഭവപ്പെടുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്തുമായി സഹകരിച്ച് മണൽ ചാക്ക് ഉപയോഗിച്ച് താൽക്കാലിക തടയണ നിർമ്മിച്ച് ജലനിരപ്പ് ഉയർത്തി പമ്പിങ്ങിന് ആവശ്യമായ വെള്ളം കിണറിൽ ഉറപ്പാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കൊടകര ടൗണില് ഇന്നു മുതൽ വെള്ളത്തിന്റെ ക്ഷാമം അനുഭവപ്പെട്ടേക്കാണ്. അതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികളടക്കം ആറ്റപ്പള്ളി കടവ് സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ചിമ്മിനി ഡാം വാസുരത്ത് തടയണ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വെള്ളമടിക്കുമ്പോൾ അത് കിണറ്റിൽ വെള്ളമില്ലാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ മറ്റൊരു ഗ്രാമപഞ്ചായത്തിലേക്കും ഇതുമായി ബന്ധപ്പെട്ട കുടിവെള്ളം ഇവിടുന്ന് പോകുന്നുണ്ട്. 2 ഗ്രാമപഞ്ചായത്തുകളും ചേർന്ന് അടിയന്തരമായി താൽക്കാലികമായുള്ള ഒരു തടയണ കെട്ടി വെള്ളം ശേഖരിച്ചുകൊണ്ട് അത് കിണലിലേക്കാക്കി. കുറുമാലിപ്പുഴയോരത്തുള്ള ആറ്റപ്പിള്ളി പമ്പ് ഹൌസും കിണറും പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ സന്ദർശിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിനയൻ തോട്ടപ്പിള്ളി, മിനി ദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ ആശാ രാമദാസ്, വിദ്യാ സുനിൽകുമാർ, ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 2ാം LDF സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒട്ടേറെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പുതിയ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബജറ്റിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി വ്യക്തമാക്കുന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സഭയിൽ വയ്ക്കും. അതേസമയം തൃശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവം 4ാം ദിനത്തിൽ 4 നാടകങ്ങളുടെ 7 അവതരണങ്ങളാണ് ഇന്ന് അരങ്ങിലെത്തുന്നത്. നാടകങ്ങളുടെ അണിയറ പ്രവർത്തകരുമായുള്ള സംവാദം വൈകിട്ട് നടക്കും. ചലച്ചിത്ര പ്രദർശനം, സാംസ്കാരിക പരിപാടികൾ എന്നിവയും തുടരുകയാണ്. ഫെബ്രുവരി 1-ന് ഇറ്റ്ഫോക്കിന് തിരശ്ശീല വീഴും. മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റി തൊഴിലുറപ്പ് പദ്ധതിയിൽ RSS അജണ്ട നടപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AG's ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന നേതാക്കളായ സജീവൻ, ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി AL ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയത് മാത്രമാണോ നമ്മളുടെ പ്രശ്നം? അത് മാത്രമല്ല, ഈ നിയമം എന്തിനു വേണ്ടി കൊണ്ടുവന്നു? ഈ നിയമം രാജ്യത്ത് കൊണ്ടുവന്നത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്ന ആവശ്യം. KSEBക്ക് സമാനമായി പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2013 നടപ്പിലാക്കിയ ശമ്പളമാണ് ജീവനക്കാർക്ക് നിലവിൽ ലഭിക്കുന്നത്. കോർപ്പറേഷന് കീഴിൽ സ്വന്തമായി പ്രവർത്തിക്കുന്ന വൈദ്യുതി വിഭാഗം ജീവനക്കാരുടെ ശമ്പളം വകുപ്പ് തന്നെയാണ് നൽകുന്നത്. എന്നാൽ ശമ്പള പരിഷ്കരണത്തിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം. ഇതിലെ കാലതാമസം ഒഴിവാക്കി തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉത്തരവുണ്ടാകണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. ആയിരത്തി 1936 മുതലാണ് ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനുശേഷം 1968 സ്റ്റാൻഡിംഗ് ഓർഡർ പ്രകാരം KSEBയുടെ അതേ പാറ്റേണിലാണ് പോകുന്നത്. ഇപ്പം 2018 KSEB ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ട് 8 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്കിത് അനുവദിച്ചിട്ടില്ല. 2019 ശേഷം ഒരു DA പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ശമ്പള പരിഷ്കരണത്തിന്റെ എല്ലാ ബാധ്യതയും എല്ലാം കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിന്റെ ഫണ്ടിൽ നിന്നാണ്. സർക്കാരിന് ഇതിൽ യാതൊരു ബാധ്യതയില്ല. സർക്കാർ ഒരു ഉത്തരവ് തരിക എന്നുള്ളതാണ്. പക്ഷെങ്കിൽ അത് ഇങ്ങനെ എന്താണ് പറയുക, ചുവപ്പ് നാടയിൽ കുരുങ്ങി ഇങ്ങനെ നീണ്ടുപോവാണ്. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പെങ്കിലും ശമ്പള പരിഷ്കരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. തൃശൂർ വൈദ്യുതി പ്രക്ഷോഭത്തിന് 9 പതിറ്റാണ്ടാകുമ്പോൾ രാജ്യത്തിന്റെ നെറുകയിലെത്തി നിൽക്കുകയാണ് സംസ്ഥാനത്ത് വൈദ്യുതി വിതരണം നടത്തുന്ന ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തൃശൂർ കോർപ്പറേഷൻ. വൈദ്യുതി വിതരണ രംഗത്ത് ദേശീയ തലത്തിൽ തുടർച്ചയായി 3-ാം തവണയും 1-ാം സ്ഥാനത്താണ് തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം. പഴയ മുനിസിപ്പാലിറ്റി പ്രദേശത്തെ 45,000-ഓളം വരുന്ന ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുന്നതിലൂടെ രാജ്യത്തെ തന്നെ നമ്പർ 1 വൈദ്യുതി വിതരണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് തൃശൂർ കോർപ്പറേഷന്റെ വൈദ്യുതി വിഭാഗം. സംസ്ഥാനത്ത് വൈദ്യുതിയും കുടിവെള്ളവും വിതരണം ചെയ്യുന്ന ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. പഴയ മുനിസിപ്പൽ പ്രദേശത്തെ 12.65 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലാണ് കോർപ്പറേഷൻ വൈദ്യുതി വിതരണം ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ റാങ്കിംഗ് അനുസരിച്ച് പബ്ലിക് സെക്ടറിൽ 1-ാം സ്ഥാനത്തുള്ള വൈദ്യുതി വിതരണം നടത്തുന്ന ഏക കോർപ്പറേഷനാണ് തൃശൂർ നഗരസഭ വൈദ്യുതി വിഭാഗം. തസ്തികകൾ ഏറെയുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന താൽക്കാലിക ജീവനക്കാരുടെ ഊർജ്ജമാണ് ഈ അഭിമാനകരമായ നേട്ടത്തിലേക്ക് വകുപ്പിനെ എത്തിച്ചത്. ശരിക്കും 229 തസ്തികകൾ ഉണ്ടെങ്കിലും പെർമനന്റ് സ്റ്റാഫായിട്ട് 78 പേരേ ഉള്ളൂ. ബാക്കി താൽക്കാലികക്കാരൊക്കെയാണ് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 90 വർഷത്തെ പാരമ്പര്യം പറയുമ്പോഴും ഈ നിലയിലേക്ക് തൃശൂർ കോർപ്പറേഷന്റെ വൈദ്യുതി വിഭാഗം എത്തുന്നത് വൈദ്യുത പ്രക്ഷോഭത്തിൽ കൂടിയാണ്. വൈദ്യുതി ഉൽപാദനത്തിനും വിതരണത്തിനുമായാണ് ലൈസൻസ് ലഭിച്ചതെങ്കിലും ഉൽപാദനത്തിൽ നിന്നും പിന്മാറിക്കൊണ്ട് വൈദ്യുതി വിതരണം കൊച്ചി രാജ്യത്തിന് പുറത്തുള്ള സ്വകാര്യ കമ്പനിക്ക് നൽകാൻ ദിവാൻ തീരുമാനിച്ചു. ഇതിനെതിരെയാണ് 1936 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി ജനകീയ പ്രക്ഷോഭം രൂപപ്പെട്ടത്. ഇക്കണ്ട വാര്യർ, ഡോക്ടർ AR മേനോൻ, C അച്യുതമേനോൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭം. ഇതിനെ തുടർന്നാണ് തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണാവകാശം മുനിസിപ്പാലിറ്റിക്കും പിന്നീട് കോർപ്പറേഷനും കൈവന്നത്. സമീപകാലത്ത് KSEB വിതരണാവകാശം ഏറ്റെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും എതിർപ്പുകളെ തുടർന്ന് മരവിപ്പിച്ചു. പരമ്പരാഗത വൈദ്യുത വിതരണ മേഖലയെ അപ്പാടെ മാറ്റി അത്യാധുനികവൽക്കരിക്കുന്ന 135 കോടി രൂപയോളം വരുന്ന RDSS പദ്ധതിക്കടക്കം തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ജീവനക്കാരുടെ അർഹമായ ആവശ്യങ്ങൾ പരിഗണിച്ചും പുതിയ പദ്ധതികളിലൂടെയും ഇനിയും നാടിന് വെളിച്ചവും ഊർജവുമേകാൻ വകുപ്പിന് കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. 90 ദശകങ്ങൾ നീണ്ട പാരമ്പര്യ പ്രൗഢിയിൽ രാജ്യത്തെ പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെയും പിന്നിലാക്കിയാണ് തൃശൂർ കോർപ്പറേഷന്റെ വൈദ്യുതി വിഭാഗം സാംസ്കാരിക നഗരിയിൽ തലയെടുപ്പ് കാട്ടി നിലകൊള്ളുന്നത്. കോർപ്പറേഷൻ അംഗണത്തിൽ നിന്നും ക്യാമറമാൻ പ്രവീൺ പ്രകാശിനൊപ്പം അബ്ജിത് തലച്ചറ, TCV. കലൂർ മാവിൻ ചുവടിൽ ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. സ്വകാര്യ വ്യക്തിയുടെ 3 ഏക്കറോളം വരുന്ന പറമ്പിലാണ് തീ പടർന്നത്. പറമ്പിലെ വാഴകളും മറ്റ് വൃക്ഷങ്ങളും കത്തിനശിച്ചു. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. AITUC
തൃശൂർ ജില്ലാ പ്രവർത്തക തൃശൂരിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.പി. രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വി.എസ്. പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി കെ.ജി. ശിവാനന്ദൻ ജനപ്രതിനിധികളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.കെ. സുധീഷ്, പി. ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചികിത്സിക്കാൻ പണമില്ലാതെ കാലിലെ പഴുപ്പ് സ്വയം തുണിവെച്ച് കെട്ടി കഴിയുകയാണ് വീട്ടമ്മയായ ജയ. വിധവയായ അരിമ്പൂർ നാലാങ്കല്ല് സ്വദേശി ജയയുടെ ജീവിതമറിയുമ്പോൾ നോവാത്ത മനസ്സുകളുണ്ടാവില്ല. ഗൾഫിലുള്ള മകനെക്കുറിച്ച് 3 വർഷമായി യാതൊരു അറിവുമില്ല. ഭർത്താവിനെ പിരിഞ്ഞ് 3 കുട്ടികളുമായി വീട്ടിൽ വന്ന് നിൽക്കുകയാണ് മകൾ. മകൾക്കും 3 കുഞ്ഞുമക്കൾക്കും വേണ്ട ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിയ ദിനങ്ങൾ 56-കാരിയായ ഈ വീട്ടമ്മയ്ക്കുണ്ട്. അരിമ്പൂർ നാലാങ്കല്ലിൽ സഹോദരൻ എടുത്തുകൊടുത്ത വാടക വീട്ടിലാണ് ജയയും മകളും പേരക്കുട്ടികളും കഴിയുന്നത്. കൂലിപ്പണിക്കാരനായിരുന്ന ഭർത്താവ് ഉണ്ണിമോൻ മരിച്ചിട്ട് 9 വർഷം കഴിഞ്ഞു. 3 പെൺമക്കളെ കല്യാണം കഴിച്ചയച്ചു. ഒരാളുടെ ഭർത്താവിന് ക്യാൻസർ. വീട്ടിൽ അംഗസംഖ്യ 5 ആയപ്പോൾ ദാരിദ്ര്യവും പതിവായി. ജയയുടെ സഹോദരൻ ഇടയ്ക്ക് എത്തിച്ചു കൊടുക്കുന്ന സാധനങ്ങളും വിധവാ പെൻഷനുമാണ് ഏക ആശ്വാസം. സമീപ വീടുകളിലെ കുട്ടികൾ സ്കൂളിലേക്ക് വാഹനത്തിൽ പോകുമ്പോൾ ഒരാൾക്ക് 450 രൂപ വീതം കൊടുക്കാനില്ലാത്തതിനാൽ ഒപ്പമുള്ള പേരക്കുട്ടികളിൽ 2 പേർ 1 കിലോമീറ്ററിലേറെ ദൂരം നടന്നാണ് സ്കൂളിലേക്ക് പോകുന്നത്. ജയയുടെ കാലിൽ രക്തചംക്രമണം കുറഞ്ഞതു മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ മൂലം മുറിവ് വന്ന് വ്രണമായി ഇരിക്കുകയാണ്. തൃശൂരിലാണ് ആദ്യം ചികിത്സിച്ചിരുന്നതെങ്കിലും പോയി വരാനുള്ള പണമില്ലാത്തതിനാൽ അരിമ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലായി പിന്നീട് ചികിത്സ. എന്നാൽ അവിടേക്ക് ഓട്ടോയിൽ പോകാനുള്ള പണവും പുറമെ നിന്ന് മരുന്നുകൾ വാങ്ങാനുള്ള പണവും ഇല്ലാത്തതിനാൽ പലപ്പോഴും മുറിവിൽ സ്വയം തുണി കെട്ടി ആരോടും സങ്കടം പറയാതെ ജീവിതം തള്ളി നീക്കുകയാണ് ഇവർ. എനിക്ക് ഇങ്ങനത്തെ ജോലിക്ക് വേണമെന്നും പറ്റില്ല. 10 വർഷമായി കാലമൊന്നിങ്ങനെ ഒടിഞ്ഞു, നീര് വന്ന് പൊട്ടിപ്പഴുത്ത് ഒന്നും പറ്റാണ്ട്, ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ട് ഇരിപ്പായിട്ട്. അതുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടിലാണ്. ഗൾഫിൽ ജോലി തേടിപ്പോയ 29-കാരനായ മകനെക്കുറിച്ച് 3 വർഷമായി യാതൊരു അറിവുമില്ലെന്നത് ഈ അമ്മയെ കുറച്ചൊന്നുമല്ല വേദനിപ്പിക്കുന്നത്. മകന്റെ ഫോൺ നമ്പറിൽ വിളിച്ചു നോക്കിയെങ്കിലും മറുപടി ലഭിച്ചില്ല. പരിചയക്കാരുടെ നമ്പറിൽ വിളിച്ചെങ്കിലും അവരും നിസ്സഹായരാണ്. എന്റെ മകനെ കാണാനായിട്ട് ഇപ്പൊ 3 വർഷത്തോളമായി ദുബായിക്ക് പോയതെന്ന്. അവനെ പറ്റിയൊരു വിവരമൊന്നുമില്ല. അതിനെപ്പറ്റി അന്വേഷിക്കാനും എടുക്കാനും പറയാനായിട്ട് എനിക്ക് വലിയ അറിവുള്ള ആൾക്കാരൊന്നും പറയാൻ ആരുടെ അടുത്ത് പറയാനൊന്നുമില്ല. അറിവുള്ളവരോടൊക്കെ പറഞ്ഞ് അവരന്വേഷിച്ചു, പക്ഷെ ഒരറിവും കിട്ടിയൊന്നുമില്ല. ഇവരുടെ ദുരവസ്ഥ കേട്ടറിഞ്ഞ അരിമ്പൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാകൃഷ്ണൻ, ജനപ്രതിനിധി CP പോൾ എന്നിവർ വീട്ടിലെത്തി മകനെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിനും ചികിത്സയ്ക്കും മരുന്നിനുമുള്ള പണം കണ്ടെത്താനുള്ള കഷ്ടപ്പാടിലും മകന്റെ മടങ്ങിവരവിനായുള്ള മനം നൊന്തുള്ള കാത്തിരിപ്പിലാണ് ഈ അമ്മ. TCV തൃശൂർ. CPMന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം കടങ്ങോട് പത്മനാഭന്റെ കൃഷിയിടത്തിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സംയോജിത കൃഷി തൃശൂർ ജില്ലാ കമ്മിറ്റി ചെയർമാൻ M ബാലാജി അധ്യക്ഷനായി. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KD ബാഹുലയൻ, സംയോജിത കൃഷി ജില്ലാ കൺവീനർ CR രാകേഷ്, കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മകരഭരണിവേല ആഘോഷിച്ചു. പറചൊരിയൽ, പട്ടുംതാലിയും ചാർത്തൽ എന്നിവ നടന്നു. വിവിധ കരകളിൽ നിന്നുള്ള ആഘോഷങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടായി. വർണ്ണക്കാവടികൾ, തെയ്യം, തിറ, നാടൻ കലാരൂപങ്ങൾ എന്നിവ അകമ്പടിയായി. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി ശ്രീപതി കാർമ്മികത്വം വഹിച്ചു. കൊടുങ്ങല്ലൂരിലെ മേത്തല മോഹൻ തിയേറ്റേഴ്സ് ഓൾ കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ശ്രീനാരായണ സമാജം പ്രസിഡന്റ് അഡ്വക്കേറ്റ് M ബിജുകുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. മോഹൻ തിയേറ്റേഴ്സ് പ്രസിഡന്റ് ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് വിപിൻ, സെക്രട്ടറി പ്രസാദ്, പുഷ്പൻ, മോഹൻ തിയേറ്റേഴ്സ് സെക്രട്ടറി വിനോദ്, കിഷോർ എന്നിവർ സംസാരിച്ചു. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്തനോസിന്റെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു. വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്ന പ്രദക്ഷിണത്തിൽ 100 വിശ്വാസികൾ അണിനിരന്നു. വികാരി ഫാദർ തോമസ് വെള്ളക്കനാൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ ചൊവ്വലൂർ, ജനറൽ കൺവീനർ തോമസ് വള്ളിയാത്തണത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം പ്രസിഡന്റായി CP അനിൽ ചുമതലയേറ്റു. KPCC അംഗം MK അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് റുബീന നാസർ, DCC സെക്രട്ടറിമാരായ TM നാസർ, CC ബാബുരാജ്, CJ പോൾസൺ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. തെക്കുങ്കര പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി തണ്ണിമത്തൻ കൃഷിക്ക് തുടക്കമിട്ടു. 2 ഏക്കർ സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത്. സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് EN ശശി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA രജനി, കൃഷി ഓഫീസർ ശീതൾ റോസ് ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടി മദ്യവിമോചന മഹാസഖ്യം സംസ്ഥാന പ്രസിഡന്റ് EA ജോസഫിന്റെ 108 മണിക്കൂർ ഉപവാസം തൃശൂരിൽ നടക്കും. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ ഫെബ്രുവരി 3 വൈകിട്ട് 6 വരെയാണ് ഉപവാസ സത്യാഗ്രഹം. കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉപവാസം ഉദ്ഘാടനം ചെയ്യും. UDF സർക്കാർ അധികാരത്തിൽ വരണമെന്നും എന്നാൽ മാത്രമേ മദ്യനിരോധനം സാധ്യമാകൂ എന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മദ്യവിമോചന മഹാസഖ്യം ജനറൽ സെക്രട്ടറി KA മഞ്ജുഷ, ജില്ലാ പ്രസിഡന്റ് ഹമീദ് മനക്കുടി, സെക്രട്ടറി പ്രേംദാസ്, ജില്ലാ കമ്മിറ്റി അംഗം സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു. മുംബൈ സ്കൂൾ ഓഫ് ഡിസൈനിൽ ഈ മാസം 30 മുതൽ ഫെബ്രുവരി 1 വരെ നടക്കുന്ന ചലച്ചിത്രോത്സവത്തിലെ ആനിമേഷൻ ചിത്രങ്ങളുടെ മത്സര വിഭാഗത്തിൽ കൊടകര സ്വദേശി ആദിത്യനാരായണന്റെ ഹ്രസ്വചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. പേപ്പർ വിങ്സ് എന്ന ആനിമേഷൻ ചിത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കോട്ടയം KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയാണ് ആദിത്യൻ. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഡ്രസ് ബാങ്കിന് തുടക്കമായി. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജ് ദേശ്മുഖ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് ഡ്രസ് ബാങ്ക് ആരംഭിച്ചത്. ആവശ്യമുള്ള ആർക്കും ഡ്രസ് ബാങ്കിൽ നിന്ന് സൌജന്യമായി പുതുവസ്ത്രങ്ങൾ കൊണ്ടുപോകാം. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ നിധിൻ, വടക്കാഞ്ചേരി SI VS മുരളീധരൻ, വാർഡ് കൌൺസിലർ PN വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി നാദബ്രഹ്മം ഫൗണ്ടേഷൻ തൃശൂർ ടൗൺ ഹാളിൽ സൈനിക പ്രണാമം സംഘടിപ്പിച്ചു. ഫാദർ ജൂലിയസ് അറക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാവികസേനയുടെ മുൻ മേധാവിയും മലയാളിയുമായ അഡ്മിറൽ ആർ ഹരികുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വീരമൃത്യു വരിച്ച ഹവിൽദാർ VK ഈനാശുവിന്റെ പത്നി ഷിജി ഈനാശു, കാർഗിൽ യുദ്ധകാലത്ത് സേവനമനുഷ്ഠിച്ച റിട്ടയർഡ് ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ എന്നിവരെ സൈനിക പ്രണാമം നൽകി ആദരിച്ചു. കേണൽ H പത്മനാഭൻ, നാദബ്രഹ്മം ഫൗണ്ടർ പ്രസിഡന്റ് MD സോമശേഖർ തുടങ്ങിയവർ സംസാരിച്ചു. ചെന്ത്രാപ്പെണ്ണി കണ്ണമ്പുള്ളിപ്പുറം ശ്രീ കുമാരമംഗലം സമുദായം ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി കൊടിയേറ്റ് നിർവഹിച്ചു. മേൽശാന്തി പ്രണവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് പ്രമിത പ്രമോദ്, തണ്ടയാംപറമ്പിൽ സെക്രട്ടറി പ്രദീപ് കൊണ്ടേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തെക്കുങ്കര യൂണിറ്റ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. തെക്കുങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. KK ഭരതൻ അധ്യക്ഷത വഹിച്ചു. VN വിജയഗോപാൽ, MN കൃഷ്ണൻകുട്ടി, PK സജീവൻ, E സച്ചിദാനന്ദൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ കാക്കകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ തേടിയെത്തിയ വെള്ളിമൂങ്ങ വ്യാപാര സ്ഥാപനത്തിൽ അഭയം തേടി. വടക്കേനടയിലെ തനിഷ്ക് ലേഡീസ് ഫാൻസിയിലാണ് വെള്ളിമൂങ്ങ എത്തിയത്. സ്ഥാപന ഉടമ വിബീഷ് ഫോറസ്റ്റ് ഓഫീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് വൈൽഡ് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതി എത്തി വെള്ളിമൂങ്ങയെ ഏറ്റെടുത്തു.
കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം MV പ്രശാന്തൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലീം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജിത് കുമാർ, PTA പ്രസിഡന്റ് VK മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ സെബാസ്റ്റിനോസിന്റെ അമ്പുതിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് പ്രസുതേന്തി വാഴ്ച, വിശുദ്ധ കുർബാന, പ്രവാസി സംഗമം എന്നിവയുണ്ടായി. വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷങ്ങൾ. അമ്മയും അച്ഛനുമാണെന്റെ ലഹരി എന്ന വിഷയത്തിൽ അന്തിക്കാട് കല്ലിടവഴി ഉഷസ് അംഗനവാടിയിൽ ചർച്ച സംഘടിപ്പിച്ചു. സബ് ഇൻസ്പെക്ടർ അനു ജോസ് ഉദ്ഘാടനം ചെയ്തു. മിനി രവീന്ദ്രൻ അധ്യക്ഷയായി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, AA അബ്ദുൽ നാസർ, KK അബ്ദുൽ സലാം, സെബീന നാസർ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ സംയുക്ത തിരുനാൾ ഈ മാസം 30 മുതൽ ഫെബ്രുവരി 1 വരെ ആഘോഷിക്കും. വ്യാഴാഴ്ച വൈകിട്ട് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും. തിരുനാൾ ദിവസമായ ഫെബ്രുവരി 1 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ നോർബർട്ട് കവലക്കാട്ട് തിരുനാൾ സന്ദേശം നൽകും. വികാരി ഫാദർ ടെറ്റ്സ് കുന്നപ്പിള്ളി, ജനറൽ കൺവീനർ പ്രതീഷ് ജോസ്, പബ്ലിസിറ്റി കൺവീനർ ബിന്നി തട്ടിൽ, PRO നിൻജോ ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിഞ്ഞനം ശ്രീ ഷൺമുഖ ധർമ്മ പരിപാലന സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രോത്സവം ഫെബ്രുവരി 3-ന്. ഫെബ്രുവരി 4-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കുമെന്ന് ക്ഷേത്രം സമാജം ഭാരവാഹികളായ നളിനൻ മുല്ലങ്ങത്ത്, CS ശിവദാസൻ, KK ബാബുരാജൻ, സന്തോഷ് കളാന്തറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,140 രൂപ, പവന് 1,21,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചാവക്കാട് മണത്തലയിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. ഗുരുവായൂർ തെക്കേ നടയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. നെയ്തലക്കാവ് പൂരദിനത്തിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി. കാവുങ്ങൽ വിപിൻ, പെരിങ്ങാട് വീട്ടിൽ വിപിൻ എന്നിവരാണ് പ്രതികൾ. ശിക്ഷ ഈ മാസം 30-ന് വിധിക്കും. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ വേലൂർ പഞ്ചായത്തിലെ മണിമലർക്കാവ് പ്രദേശത്തു നിന്നും രാത്രിയിൽ വൻതോതിൽ മണ്ണെടുക്കുന്നതായി പരാതി. പ്രതിഷേധവുമായി നാട്ടുകാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വിട്ടു നൽകിയ വാഹനങ്ങൾക്ക് 1 മാസം കഴിഞ്ഞിട്ടും വാടക ലഭിച്ചില്ലെന്ന് പരാതി. വാഹനങ്ങളുടെ വാടക കുടിശ്ശിക ഉടൻ തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പഴയന്നൂരിലെ ടാക്സി ഉടമകൾ. പ്രസിദ്ധമായ മണത്തല ചന്ദ്രകുടം നേർച്ചയ്ക്ക് തുടക്കമായി. താബൂത്ത് കാഴ്ച നാളെ രാവിലെ പള്ളി അങ്കണത്തിലെത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.